ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, ഹാപ്പി ക്രിസ്മസ്. ജേണി വിത്ത് ജസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്തു. ക്രിസ്മസ് സ്പെഷ്യൽ വ്ലോഗാണ്. അപ്പൊ ഞാൻ നാട്ടിലെത്തി ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. കരോളിൽ പോയ കാഴ്ചകളുണ്ട്, നമ്മുടെ വീട്ടിലെ ക്രിസ്മസ് ഡെക്കറേഷൻ ഉണ്ട്, പള്ളിയിലെ പരിപാടികൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വ്ലോഗായിരിക്കും. ഒരു കുട്ടി വ്ലോഗ്. നമുക്ക് ക്രിസ്മസിന്റെ ആ ഒരു പഴയകാല ഓർമ്മകളൊക്കെ ഉണർത്താൻ പറ്റുന്ന കാഴ്ചകളായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തുക. അപ്പൊ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമ്മളുടെ ക്രിസ്മസ് സ്പെഷ്യൽ വ്ലോഗിലേക്ക് പോകാം. ഇതാണ് നമ്മൾ കരോളിൽ പോകുന്ന പിക്കപ്പ് വാൻ. അപ്പോൾ ഇതിൽ കുട്ടികളും എല്ലാ മുതിർന്നവരൊക്കെ കയറിയിരുന്ന് ബാക്കിയുള്ളവർ ബൈക്കിലൊക്കെ ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ പള്ളിയുടെ കരോളാണ് കേട്ടോ. SYMA യൂത്ത് പിള്ളേരുടെയൊക്കെ ആയിട്ടുള്ള ഒരു കരോളാണ്. അപ്പോൾ അതിനകത്താണ് ഞാൻ ആദ്യമായിട്ട് പോയി ഈ പ്രാവശ്യത്തെ വെക്കേഷൻ വന്നിട്ട്. അപ്പോൾ ഇതാ എല്ലാവരും ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫോട്ടോസിനൊക്കെ ഇങ്ങനെ പോസ് ചെയ്യുന്നു. അപ്പോൾ ഇതിലൊരു ജനറേറ്ററൊക്കെ വെച്ച് കെട്ടി ലൈറ്റും പാട്ടും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കരോളിനിങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങുക. അപ്പോൾ ഒരു വീട് കഴിഞ്ഞാൽ എല്ലാവരും ഇതേപോലെ പാക്കായി നമ്മളിങ്ങനെ യാത്ര തുടങ്ങും. നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു വൈബ് ഒരു പ്രത്യേകമാണ്. ആ ഒരു ചെറിയ ഡിസംബറിൻ്റെ തണുപ്പൊക്കെയാണുള്ള രാത്രികളിലെ. അതും ഇങ്ങനെ ഊടുവഴികളിലൂടെയും കയറ്റവും ഇറക്കമൊക്കെ ഇതാകുമ്പോൾ എല്ലായിടത്തും കയറി ഇറങ്ങി ചെല്ലാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതാ ഞാനും റോഞ്ഞാനും കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. റോഞ്ഞാൻ്റെ ബൈക്കിലാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊക്കെ ഇവിടെ നമ്മുടെ കൂട്ടുകാരൊക്കെ മുന്നിലും പുറകിലായിട്ടൊക്കെ പോകുന്നുണ്ട്. ഓരോ വീടുകൾ ഇങ്ങനെ കയറി ഇറങ്ങി മുന്നോട്ട് പോകുന്നു.
ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പുൽക്കൂട് എന്ന് പറഞ്ഞാൽ ഇതേപോലെയാണ്. നമ്മൾ കമ്പും മുളയൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് പുല്ലൊക്കെ മേഞ്ഞുണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ജോമോൻ്റെ വീട്ടിലെ പുൽക്കൂടാണ്. ഈ പോകുന്ന വഴിയിൽ ഇങ്ങനെ പലതരത്തിലുള്ള പുൽക്കൂടുകൾ നമ്മൾ കാണാറുണ്ട് കരോളിന്. അപ്പോൾ ഇതൊരു ബ്രേക്ക് ടൈമാണ്. ഇത് കപ്പയും മുളകും കടുമാങ്ങായും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു ബ്രേക്കാണ്. ഇത് നമ്മുടെ ശാസ്ത്രാൻ്റെ ജോമോൻ്റെ വീട്ടിലാണ്. ഇതാ ജോമോനാണ് ഈ കാപ്പിയൊക്കെ ആയിട്ട് വരുന്നത്. ജോമോൻ എന്ന് വെച്ചാൽ എൻ്റെ സ്കൂൾ കാലം മുതലേ ഉള്ള നമ്മുടെ ആത്മാർത്ഥ സുഹൃത്താണ്. ബാക്കി ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പ്രത്യേക വൈബ് തന്നെയാണ്. ഇവിടെ കഴിക്കുന്നതിനേക്കാൾ ഒരു പ്രത്യേക ഫീലാണ് ഇതൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഫിനിഷ് ചെയ്ത് നമ്മൾ അങ്ങനെ ഈ കരോൾ ഇവിടെ അവസാനിക്കുകയായിരുന്നു ഇന്നത്തെ ദിവസം. ഇത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നമ്മുടെ നാട്ടിലെ ഇവിടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള യുവാക്കളുടെ കരോളാണ്. അങ്ങനെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. ഞാൻ എല്ലാം ഒന്നും വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. നമ്മൾ ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് അവർ പാട്ട് തുടങ്ങി കഴിയും. നമ്മളുടെ ക്രിസ്മസ് ഈവാണ്. അപ്പം പടക്കമൊക്കെ പൊട്ടിച്ച് പൂത്തിരിയൊക്കെ കത്തിച്ച് ഡാഡി അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നമ്മുടെ ക്യാമറാമാന് കമ്പിത്തിരി കൊടുക്കാൻ പോവാണ് ഗൈസ്. ക്യാമറാമാൻ പിടിക്കൂ. ഇവിടെ ഇങ്ങനെ കമ്പിത്തിരി ഇറക്കുന്നത് ഗൈസ് കണ്ടോ. അങ്ങനെ ഇതാണ് കമ്പിത്തിരി മയമാണ് മൊത്തം. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഡെക്കറേഷനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ തൊട്ടേ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് പല രീതിയിലും. ഇപ്പോൾ ഓരോ വർഷവും ഓരോ കളറിലും ഓരോ സ്റ്റൈലിലും ഒക്കെ മാറിക്കൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ പള്ളിയാണ് കേട്ടോ. പഴയ പള്ളി, പുതിയതായിട്ട് പണിത പള്ളി, അതിനുശേഷം പണിത പള്ളിയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു ധാരണ കിട്ടും എന്തായിരുന്നു ഞങ്ങളുടെ പഴയ കാലമെന്നൊക്കെയുള്ള ഈ പള്ളിയുടെ. അപ്പോൾ ഇവിടെ പള്ളിയിലെ ക്രിസ്മസിൻ്റെ സെറ്റപ്പൊക്കെയാണ്. ഇതിപ്പം ലൈവ് പുൽക്കൂടൊക്കെ ഉണ്ട്, അതിൻ്റെ സെറ്റിങ്ങും പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. 11:30-ക്കാണ് കുർബാന, രാത്രി പാതിരാ കുർബാന വരിക. അപ്പോൾ അതിനുള്ള ഫൈനൽ സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം പ്രത്യേകമായിട്ടൊരു പാപ്പാഞ്ചിയൊക്കെ വന്നിട്ടുണ്ട്, വലിയൊരു പാപ്പാഞ്ചിയാണ്.
പാതിര കുർബാനയ്ക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ഒരു ഫീല് കിട്ടുന്നൊരു ഭാഗമാണിത്. ഈ ഉണ്ണിയെ തീ കായ്ക്കുക എന്ന് പറയുക എല്ലാ പള്ളികളിലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇവിടെ വർഷങ്ങളായിട്ട് നമുക്കുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ആഴി കത്തിച്ച് അതിന് ചുറ്റും നമ്മൾ ഉണ്ണീശോയെ അച്ഛനിങ്ങനെ എടുത്തുകൊണ്ട് തീ കായിക്കുന്ന ഒരു ഭാഗം. അപ്പോൾ അതിനകത്ത് ശരിക്കും ആ ഒരു സമയത്ത് കത്തുന്ന ആ തീയും ഈ ഡിസംബർ മാസത്തിൻ്റെ ഒരു തണുപ്പും ആ ഒരു മഞ്ഞിൻ്റെ ഫീലൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. നമ്മളിതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഇളം തണുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പകലുള്ള ചൂടൊക്കെ മാറി രാത്രി കിട്ടുന്ന ആ ഡിസംബറിൻ്റെ വൈബ് അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. പാതിര കുർബാന കഴിഞ്ഞപ്പം കിഡ്സിൻ്റെ ഒരു ലൈവ് ക്രിബ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു. അതിനുശേഷം കരോളിംഗ് ഉണ്ടായിരുന്നു. യൂത്തൊക്കെ അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ ചെയ്തുള്ള കരോളിംഗ് ആയിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ പള്ളിക്കകത്തേക്ക് പോയി. അവിടെയാണ് നമ്മുടെ പുൽക്കൂട്. കുർബാനയ്ക്കിടയിൽ ഒത്തിരി തിരക്കായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇതാ നമുക്ക് അടുത്ത് കാണാൻ പറ്റി മനോഹരമായ ഒരു ക്രിബാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം പുറത്ത് ലേലം തുടങ്ങിയിട്ടുണ്ട്. 2 പൂവൻ കോഴിയുടെ ലേലമാണ് വെളിയിൽ നടക്കുന്നത്. ലേലം ഉറപ്പിക്കാൻ പോവുകയാണ്. ആരുമില്ലല്ലോ. എല്ലാവരുടെയും സമ്മതത്തോടെ ഉറപ്പിക്കാൻ പോകുന്നു. ലേലം 2.5 തരം, ബെൻസ് 2.5 തരം, 2.25 തരം, 2.25 തരം, 3 തരം. അങ്ങനെ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോയുടെ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. നമ്മൾ ഉടനെ തന്നെ മറ്റു വീഡിയോയിൽ കാണുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.